ചേച്ചി ആലപ്പുഴ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവരുടെ മരുമകളുടെ ജോലി, സൗദി അറേബ്യ ജോലി നഷ്ടപ്പെട്ട്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവർ വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ അവരുടെ യൂറോപ്പിൽ പോകാനുള്ള, യു കെയിൽ പോകാനുള്ള IELTS പരീക്ഷയുടെ ഹിയറിംഗ് പോയി. അവർക്ക് ആ സ്പീക്കിംഗ് മൊഡ്യൂൾ പോയി. അത് കിട്ടത്തില്ല. അവർക്ക് നല്ലോണം സ്പീക്ക് ചെയ്യാൻ അറിയത്തുമില്ല. അപ്പോൾ സ്പീക്കിംഗ് പോയതോടുകൂടി ഇവൾ സൗദി അറേബ്യയിൽ നിന്ന് ഗൾഫിൽ നിന്ന് തിരിച്ചു പോരുകയും ചെയ്ത് UK പോകാനും പറ്റണില്ല. അപ്പോൾ പക്ഷേ ഇത് വന്ന് അമ്മായിയമ്മയോട് പറയും, ഉഷയോട് പറയുമ്പോൾ പറയും, നീ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. അത് അവൾ പറയും, അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാണ്, എന്താണ് സ്പീക്കിങ്ങിന് റീവാലുവേഷൻ കൊടുത്താൽ കിട്ടത്തില്ല, റീവാലുവേറ്റ് ചെയ്യാൻ സ്പീക്കിംഗ് കൊടുത്താൽ കിട്ടത്തില്ലെന്ന് പറയും. അപ്പോൾ പറഞ്ഞു, നീ ദൈവത്തിലെ ആശ്രയിക്കും, നമ്മൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ. അതാണ് ആ വിശ്വാസത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത്. അവർ വേറെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അവരെന്താ പറയണത്, ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. റീവാലുവേഷന് കൊടുത്ത് ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് അവൾക്ക് സ്കോറായി, അവൾ ജയിച്ച്. എന്നിട്ട് ഉടനെ ഇവർ വന്ന് പിന്നെ അവർക്ക് പോകേണ്ടത്, എന്നിട്ട് ഈ അമ്മ തന്നെ ഇവരോട് പറയും, നിങ്ങൾ നവംബറിൽ പോകുമെന്ന് പറയും. അത് നേരത്തെ അറിയണാണിത്. അവർ ഹൈന്ദവ സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടുത്തെ പ്രോബ്ലം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ, സാക്ഷ്യങ്ങളുടെ ലെവല് പോകുമ്പോൾ നമുക്കറിയാം. ഷീസ് റെഡി ടു ഇൻവെസ്റ്റ് ഹെർ ഫെയ്ത്ത്. അതാണ് പ്രശ്നം. സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുന്നത്, അതനുസരിച്ച് അവരതിൻ്റെ അകത്ത് ഇത് ചിലപ്പോൾ ഒരു കത്തോലിക്കനെ കൊണ്ട് പെട്ടാൽ പറ്റില്ലെന്ന് വരും. എന്താ കാര്യം, യവനെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക റെയിൽപ്പാളത്തെ കൂടി പോകുകയല്ലേ, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കൽ. പക്ഷേ ഇവനൊരിക്കലും ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ ഒരു ഷെഡതി ഒരു കുർബ പ്രാർത്ഥന, ഒരു കുർബാനയൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണതാണ് ഇതൊന്നും. അതായത് ഇതിൻ്റെ പിന്നിൽ കവനൻ്റ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്നാൽ പ്രാർത്ഥിച്ചാൽ മതിയല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കറിയാലോ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വഴികൾ, ദൈവം സത്യസന്ധനായത് കാരണം അവിടെ പക്ഷഭേദമില്ലല്ലോ. പക്ഷഭേദമില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. പ്രഭാഷകൻ 35:15. പ്രഭാഷകൻ 35:15. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. അതാണ് വിഷയം. ഈ കാഴ്ചവെട്ടിൽ കണ്ണീരോടെ ആര് വന്നാലും അവൻ്റെ വിഷയം എന്താണ്, അവനതെങ്ങനെ ഫെയ്ത്ത് ആക്ടിവിറ്റി ചെയ്യണമെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അവൻ CSC ആണ്, പെന്തക്കോസ്താണ്, അല്ലെങ്കിൽ അവൻ മുസ്ലിമാണ്, ഹിന്ദുവാണ്, അതും ദൈവത്തിൻ്റെ തിരുസ്ഥേന. ആരാണ് ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യണത്, ഇൻവെസ്റ്റ് ചെയ്യണത് സത്യസന്ധമായ രീതിയിൽ? അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. കാര്യം ഉടമ്പടി ഒരു ഫെയ്ത്ത് പ്രാക്ടീസ് എന്ന് പറയും. ഞങ്ങളൊക്കെ ഇറങ്ങുമ്പോഴും ഉണ്ടായിരുന്ന തിയോളജിയാണ് പ്രാക്ടീസ് തിയോളജി. അപ്പോൾ പക്ഷേ എന്താ പറഞ്ഞാൽ, ഫെയ്ത്ത് പ്രാക്ടീസ് തിയോളജിയുടെ ഒരു നപ്ഷൽ, ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രാക്ടീസിങ് ദ ഫെയ്ത്താണ്. ഈ പ്രാക്ടീസിങ് ദ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ പരിശീലിക്കുക. വിശ്വാസ പരിശീലനത്തെ സംഭവം വരുമ്പോൾ കോമണായിട്ട് നമുക്ക് പ്രാർത്ഥനയാണ് കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആൾക്കാർക്ക് അറിയാവുന്നത്. മറ്റത് അധികം പരിശീലിപ്പിച്ചിട്ടില്ല. വിശ്വാസ പരിശീലനത്തിൽ പ്രാർത്ഥന മാത്രമല്ലല്ലോ. ഇപ്പം തന്നെ ഈ ഉഷ എന്താ പറയണത് മരുമകളോട് എന്താ പറയണത്, നീയും നിൻ്റെ ഭർത്താവും കൂടി വന്നിട്ട് നിങ്ങൾ റാലിയിൽ പങ്കെടുക്കുക. കഴിഞ്ഞ കൊല്ലത്തെ റാലിയാണ്. നവംബർ മാസം ആകുമ്പോൾ മാതാവ് കയറ്റി വിട്ടോളാം എന്ന് പറയണം. ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം, ഇടയ്ക്കിട്ടിരിക്കേണ്ട. അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കൂടി വന്നിട്ട് കഴിഞ്ഞ കൊല്ലം കുഞ്ഞുങ്ങളോട് വന്നിട്ട് ഇവിടുന്ന് അർത്തിങ്ക വരെ നടന്ന്. അപ്പോൾ ഞാൻ മുത്തുക്കുടയും പിടിച്ചാണ് എൻ്റെ മകൾ നടന്നതെന്ന് ഇവർ പറയണേ. മുത്തുക്കുടയും പിടിച്ചാണ് അവിടം വരെ അർത്തിങ്ക വരെ നടന്നത്. പക്ഷേ എന്നാ പറ്റി, ഈ അമ്മ പറഞ്ഞിരിക്കണ നവംബറിൽ തന്നെ അവർ കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ. Praise Lord. യേശുവേ Hallelujah. സ്തോത്രം, യേശുവേ യേശുവേ സ്തോത്രം, നന്ദി, യേശുവേ യേശുവേ നന്ദി, ആരാധന. യേശുവേ ആരാധന. ഇൻ കേസ് ഇത് കിട്ടാൻ സാധ്യതയില്ലാത്തതാണ്. ഇത് ഒത്തിരി ലാഗ് ചെയ്യേണ്ടതാണ്. കാര്യം ഇവിടെ ഓഡിയോ ആണ് പോയിരിക്കുന്നത്, സ്പീക്കിംഗ് ആണ് പോയിരിക്കുന്നത്. പക്ഷേ ആ സ്പീക്കിംഗ് പോയത് അവളുടെ മെറിറ്റിൽ നിൽക്കാത്ത കാര്യമാണ്. പിന്നെ എന്താ വർക്ക് ചെയ്യണത്? ഗ്രേസാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ സ്പീക്കിംഗ് പോയെന്ന് അർത്ഥം ഇപ്പം നിങ്ങൾക്കൊരു മുടിയിൽ പോകുമ്പോൾ നമുക്കറിയാം ഇത് ഇനി മെറിറ്റിൽ നിൽക്കത്തില്ല. മെറിറ്റിൽ നിൽക്കുന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമ്മുടെ യോഗ്യതയിൽ നിൽക്കണില്ല. പിന്നെ എന്താണ് അടുത്ത ഓപ്ഷൻ ഉടമ്പടിയിലുള്ളത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഗ്രേസാണ്. ഇനി നമ്മൾ ഈ ഗ്രേസ് എങ്ങനെയൊക്കെ ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്? കൃപയാണ്. കൃപ എവിടെയാണ് ഉള്ളത്? കൃപ രണ്ട് രീതിയിലാണ് ദൈവത്തിൽ വസിക്കണത്. എന്തായിട്ടാണ്? കൃപ രണ്ട് രീതിയിലാണ് ദൈവത്തിൽ വസിക്കണത്. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഉള്ളിൽ കണ്ടൻസ് ഓഫ് ദി ദൈവത്തിൻ്റെ നാമം എന്താണ്? ജ്ഞാനവും അതേസമയം തന്നെ ശക്തിയായിട്ടാണ്. അതിന് നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യണത് ജ്ഞാനമെന്ന് പറഞ്ഞത് എന്താണ്? ഒരു വഴിയാണ്. എല്ലാത്തിൻ്റെയും ഒരു നോഹോ. ഈ ഭൂമി ഭൂമി അണു ഒരു ആറ്റത്തിൻ്റെ അകത്ത് തന്നെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അതുപോലെ തന്നെ സൗരയൂഥം മുഴുവനും എത്രയോ സൗരയൂഥങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരു പിടിയുമില്ല. നമുക്ക് ആ പാടെ ഒരു സൂര്യനെ ഒരു ചന്ദ്രനെയും 10-12 ഗ്രഹങ്ങളെ അറിയാത്തുള്ളൂ. അതിനേക്കാൾ എത്രയോ സംഭവങ്ങളാണ് ലോകത്ത് ഉള്ളത്. ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്ന പ്ലാനുണ്ട്. അതിനാണ് ജ്ഞാനമെന്ന് പറയണത്. അതിൻ്റെ പ്ലാൻ, കോസ്മിക് പ്ലാനുണ്ട് ദൈവത്തിൻ്റെ. അതുകൊണ്ടല്ലേ ഭൂമി എങ്ങനെയാണ് കാലാവസ്ഥ നമുക്ക് കിട്ടണം. കൃത്യമായ കാലാവസ്ഥ കിട്ടുന്നതിന് വേണ്ടി ഭൂമി അല്പം ചരിച്ച് 23 ഡിഗ്രിയിൽ വെച്ചാൽ മാത്രമേ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് വരത്തുള്ളൂ എന്ന് ദൈവത്തിന് അറിയാം. എല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും. എല്ലായിടത്തും ഒരേ ക്ലൈമറ്റ് ആണെങ്കിൽ എന്താ കാര്യം? ഇപ്പം ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫ്രൂട്ട്സാണ് അവിടെ കൊടുക്കുന്നത്. നമ്മൾ ഓറഞ്ച് കണ്ടിട്ടുണ്ട്, നമ്മളും ആപ്പിൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ആപ്പിളും ഓറഞ്ചും വേറെ ഒരു ലെവലാണ്. മണമാണെങ്കിൽ നമ്മൾ ശരിക്കും നറുമണമെന്ന് പറയും. പുഷ്പങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോഴാണ് നമുക്ക് ഓർമ്മ നമ്മൾ കഴിക്കണമെന്നല്ല, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെന്ന്, ഇതിൻ്റെ ഒറിജിനൽ വേറെയാണെന്നൊക്കെ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ രാജ്യത്ത് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ വേറെ രാജ്യത്തിലേക്ക് നമുക്ക് കയറ്റിവിടാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇപ്പം G20 നമ്മൾ സിൽക്ക് റൂട്ടിന് ഒരു യൂറോപ്യൻ, ചൈനീസ്, പാകിസ്ഥാൻ ഇടനാഴിക്ക്, ഇക്കണോമിക് ഇടനാഴിക്ക് ബദലായിട്ട് ഇന്ത്യ, സൗദി അറേബ്യ തൊട്ട് ഈ യൂറോപ്പ് വരെ പോകുന്ന വേറെ ഒരു ഇക്കണോമിക് ഇടനാഴി, സാമ്പത്തിക ഇടനാഴി സൃഷ്ടിച്ചുകൊണ്ട് കുറേ കപ്പലിലും കുറേ ട്രെയിനിലും അങ്ങനെ പോകുന്ന ഒരു വലിയ ബിസിനസ് ഇടനാഴി രൂപപ്പെട്ട് വരികയാണ്. എല്ലാ രാജ്യങ്ങളും ഇതിൻ്റെ ഒപ്പുവെക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഒപ്പുവെക്കാൻ പോകുന്നു. ഇത് വലിയൊരു വിജയമായിട്ട് മാറും. അതായത് ഈസി ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടും, അതുപോലെ തന്നെ സൗദിക്കാർക്ക് അവിടെ എണ്ണ വിൽക്കാം. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വികസിക്കുന്ന ഒരു രൂപത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാലത്തിൽ പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ കച്ചവടം നടക്കണത്? എന്തുകൊണ്ടാണ് കച്ചവടം നടക്കണം? ഇവിടെ ഇല്ലാത്ത വാസ്കോ ഡി ഗാമ എവിടെ നിന്നെല്ലാമാണ് കറങ്ങിത്തിരിഞ്ഞ് പോർട്ടുഗലിൽ നിന്ന് ആഫ്രിക്ക ചുറ്റി വളഞ്ഞാണ് കോഴിക്കോട് വന്നത്. അങ്ങനെ വരാനാണെങ്കിൽ ഈ കൊണ്ടുപോകണ കുരുമുളക് കൊണ്ട് കിട്ടുന്ന ലാഭം ഈ വന്ന യാത്രക്കൂലിക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബിസിനസ് നഷ്ടമായിരിക്കും. കുരുമുളകിന് വന്നതാണ്, ബിസിനസ് നഷ്ടമാകും. അതുകൊണ്ടാണ് സ്യൂസ് കനാൽ ഉണ്ടാക്കിയത്. പക്ഷേ സ്യൂസ് കനാൽ ഉണ്ടാക്കിയാലും യൂറോപ്പിൽ സാധനം എത്തുന്നതിന് വേറെ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ യാത്രാക്കൂലി നഷ്ടം. അപ്പോൾ യാത്രാക്കൂലി കുറച്ചെടുത്താൽ സാധനത്തിൻ്റെ വില കുറഞ്ഞു കിട്ടും. സാധനത്തിന് വില കുറഞ്ഞു കിട്ടിയാൽ കുറേ ആൾക്കാർ അത് ഉപയോഗിക്കും. അങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഇപ്പം G20 ഗ്രൂപ്പ് ഓഫ് 20 രാജ്യങ്ങൾ, അതിൻ്റെ അകത്ത് എല്ലാവരും തന്നെ ഉണ്ട്. അവർ രൂപകൽപ്പന ചെയ്തിരിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കുരുമുളക് നമ്മൾ അയർലൻഡിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ എങ്ങും കുരുമുളക് ഇല്ല. പക്ഷേ കുരുമുളക് അവർക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുരുമുളക് വാങ്ങിക്കുമോ? അവർ വാങ്ങിക്കത്തില്ല. അപ്പം നമ്മുടെ കുരുമുളക് നമ്മൾ തന്നെ തിന്ന് തരേണ്ടി വരും മതിയായ.
അവർക്കില്ലാത്തൊരു സാധനം ഇവിടെ ഉണ്ടാക്കുന്നതും ഇവിടെ ഉള്ള സാധനം അവിടെ ഇല്ലാതിരിക്കുന്നതും എല്ലാം ക്ലൈമറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലൈമറ്റ് ദൈവം ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഓരോ ക്ലൈമറ്റിലും ഓരോ സാധനങ്ങൾ കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് മര്യാദയ്ക്ക് വികസിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ, അതിനാണ് ജ്ഞാനമെന്ന് പറയണത്. അത് ദൈവത്തിലിരിക്കുന്നതാണ്. അതാണ് ദാനിയേൽ 2:20 പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാനിയേൽ 2:20. ദാനിയേൽ 2:20. അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ, എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. അപ്പൊ ഈ നാമത്തിന്റെ കണ്ടന്റ് വൈസ് എന്താണത്? ഒന്ന് ജ്ഞാനമാണ്. ദാറ്റ് മീൻസ് നീ എങ്ങനെ ജീവിക്കണമെന്നുള്ള മാർഗമാണ്. മനസ്സിലായില്ലേ? അത് ജ്ഞാനമാണ്. പിന്നെ എന്താണ്? ശക്തി. അത് നടപ്പിൽ വരുത്താനുള്ള പവറാണ്. രണ്ട് കാര്യമാണ് ദൈവത്തിൽ. നമ്മൾ ഉടനെ ദൈവം നമുക്ക് ആ പ്ലാനും പദ്ധതിയും തരും, അതിൻ്റെ ഫണ്ടും തരും. ഇതാണ് എൻ്റെ വിഷയം. അതുകൊണ്ടാണ് മോസസ് ബൈബിളിൽ അതിന് വഴിയെന്നാണ് പറയണത്. വഴി. ദൈവം മോസസിന് സങ്കീർത്തനം 103:7 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 103-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പറഞ്ഞ അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പൊ പൊതുജനമെന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്തവരും ദൈവവുമായിട്ട് സ്നേഹത്തിൽ ബന്ധമില്ലാത്ത ആൾക്കാർക്കും കാണാൻ പറ്റുന്നത് എന്താണ്? ഇഫക്റ്റ് മാത്രമേ, പ്രവൃത്തികൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള ജ്ഞാനം, എന്താണ് ചെയ്തതെന്ന് സാധാരണ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾ പോയി സാക്ഷ്യം പറയുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്ന്. ഇപ്പോൾ ഒരു ചേച്ചി പറയാണ്, എവിടെയാണ് ഒരു സ്ഥലത്തിന് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞാണ് അവരുടെ സ്ഥലം ഞാൻ മറന്നുപോയി, കാസർഗോഡാണ്. അവർ മടുക്കൈ ആ വാർഡിൽ ഇന്ന് 4 പേര് മാത്രമേ ഉടമ്പടി ചെയ്യാത്തവരുള്ളെന്ന്. അവർ പറഞ്ഞതാണ്, ഞങ്ങളുടെ വാർഡിൽ ഇനി 4 കുടുംബം മാത്രമേ ഉടമ്പടി ചെയ്യാത്തുള്ളൂ കാസർഗോഡ്. അതെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് വരണത്? ഓരോരുത്തരും ഒന്ന് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിന് വന്ന പെട്ടെന്നുള്ള മാറ്റം നാട്ടുകാർ കാണും, ഇല്ലേ? അങ്ങനെയാണ് കർത്താവിനെ തിരക്കി ജനങ്ങൾ വരണത്. മനസ്സിലായി? അതാണ് വിഷയം. അതായത് നിങ്ങൾക്കറിയാമോ, ഈ കാസർഗോഡ് ചവിട്ടുനാടൻ കളിക്കാൻ വേണ്ടി നമ്മുടെ കൃപാസനത്തിൻ്റെ ആൾക്കാർ പോയിട്ടുണ്ട് പണ്ട്. അവിടെ നിലത്തിളങ്ങാൻ സംഭവിച്ചില്ല അവിടെയൊന്നും. കാര്യം ക്രിസ്തുവിൻ്റെ വേഷം വിട്ട് ശ്യാമ കരോളിനെ ക്രിസ്തു പുറത്തിറങ്ങിയപ്പോൾ തന്നെ കല്ലെറിയാൻ തുടങ്ങി. എന്നിട്ട് കളിക്കാതെ പോകുന്നു അവിടുന്ന്. നമ്മുടെ ഒരു സാംസ്കാരിക വിങ്ങാണല്ലോ അവരെല്ലാം. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടുമലയിലായിരുന്നു കളിയുണ്ടായിരുന്നത്. അപ്പോഴങ്ങനെ ഒരു സ്ഥലത്ത് സുവിശേഷം എത്ര ശക്തമായ രീതിയിലാണ് ജനങ്ങൾ അനുഭവിച്ച് വരേണ്ടത്. 2 കാലാവസ്ഥ ഞാൻ കണ്ടതാണ്. 2 കാലാവസ്ഥകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ അനുഭവിച്ച് കഴിയുമ്പോൾ മറ്റുള്ളവർ അത് കാണും. അവരെങ്ങനെ ചത്തും കെട്ടും കിടന്ന പാർട്ടിയാണ് ഇപ്പം വലിയ പ്രഭയിലാണ് അവർ ജീവിച്ച് വരണത്. അപ്പോൾ അത് എന്താണെന്ന് അവർ അന്വേഷിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ സൽപ്രവൃത്തികളും കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മക്കളുടെ മനുഷ്യരുടെ മുമ്പിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. മത്തായി 5:16. മത്തായി 5:16 പറഞ്ഞ്. മത്തായി 5:16. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇപ്പൊ ഉടമ്പടി ആക്ടിവേറ്റ് ആക്കുന്ന ഓരോ ഫോർമുലയാണ്. ഇപ്പം മത്തായി 5:16 എന്താ പറയണത്? മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട്
നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ വീശട്ടെ. അപ്പൊ ജനങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ ഒരു പോംവഴി എന്താണ്, ഒരു മാർഗം എന്താണ്? നമ്മുടെ സൽപ്രവൃത്തികളാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുമ്പിലുള്ള എന്താണ്? സൽപ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് ഉഷ പറയണത്, നിങ്ങൾ വന്ന് ഉടമ്പടി നിങ്ങൾ വന്ന് റാലിക്ക് പങ്കെടുക്കുക. അപ്പോൾ മനുഷ്യർ അത് കണ്ട് നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർ കണ്ട് അപ്പോൾ എന്താ സംഭവിക്കണത്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ഈ വിശ്വാസം ആക്ടിവേറ്റ് ആയാൽ ഉടനെ സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ട എന്ത് വരും? റിവേഴ്സ് ഗിയർ വരും. ഒന്ന് നേരെ ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ വരും. അവിടെ ന്യൂട്ടൻ്റെ തിയറി കറക്റ്റാണ്. നമ്മളൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകും. അത് തിരിച്ച് മഹത്വപ്പെടുത്തും. അതിനാണ് 17:5 പറയണത്. യോഹന്നാൻ്റെ സുവിശേഷം വായിച്ച് 17:4, 17:5. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യോഹന്നാൻ 17:4-5 തിരുവചനങ്ങൾ. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട്, ഒന്ന് പറഞ്ഞ്, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട്, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് അവിടത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അത് ഈ ബയലാറ്ററൽ ആക്ഷനാണ്. ശരിക്കും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ബയലാറ്ററലായിട്ട്, ഉടമ്പടി അങ്ങനെയാണല്ലോ. ഉടമ്പടിയും ബയലാറ്ററലായിട്ടുള്ള കവനൻ്റ് അല്ലേ, ഉഭയകക്ഷിയാണ്. നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. നമ്മൾ നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് മത്തായി 5:16 വെച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോഴെന്ത് ചെയ്യും? യോഹന്നാൻ 17:5 അനുസരിച്ചുകൊണ്ട് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. ആരുടെ മുമ്പിൽ? മനുഷ്യരുടെ മുമ്പിൽ തന്നെ നമ്മൾ മഹത്വപ്പെടുത്തും. അങ്ങനെ നിങ്ങൾക്ക് ദൈവം നൽകിയ മഹത്വമാണ് ജനങ്ങൾ കാണുന്നത്. അങ്ങനെയാണ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നത് ഭൂമിയിൽ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ മഹത്വപ്പെടുത്തി യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയിൽ വളരുവാൻ ചെയ്യണമേ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. മഹത്വം, മഹത്വം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക, ഒന്ന് എഴുന്നേൽക്കുക. മഹത്വം, മഹത്വം യേശുവിനെ, മഹത്വം, മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം, മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ. മഹത്വം, മഹത്വം യേശുവിനെ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്ന് മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്ന് മഹത്വം. മഹത്വം, മഹത്വം യേശുവിനെ. മഹത്വം, മഹത്വം യേശുവിനെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഇരിക്കുക.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളൊരു പാട്ടുകൂടി പാടുകയാണ്. കാര്യം ചിലർക്കൊക്കെ പുറത്ത് പോകണമെന്നുണ്ടെന്ന്, അങ്ങനെയുള്ളവർ പോകാൻ വേണ്ടിയാണ് ഈ പാട്ട് പാടുന്നത്. കൈയടിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയരേ സ്നേഹം ഓർക്കുന്നെല്ലാരും. ആത്മാവിൻ അലറിൽ അവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇങ്ങനെ ഓരോ വചനങ്ങൾ എന്നിലൂടെ നിങ്ങളോട് പറയുമ്പോൾ വചനങ്ങളെല്ലാം അതിൻ്റെ തിയറട്ടിക്കലായിട്ടുള്ള വശമാണ്. വചനം എങ്ങനെ ഉണ്ടാണ്? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നാണ് വചനം ഉണ്ടാകുന്നത്. വചനം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. ഇതാണ് എൻ്റെ വർക്കിംഗ് കണ്ടീഷൻ. ആദ്യം ദൈവം എന്താണ്? ദൈവത്തിൻ്റെ നാമത്തിൽ എന്താ ഉള്ളത്? ജ്ഞാനവും ശക്തിയും. എന്താ നാമത്തിൻ്റെ കണ്ടന്റ്? അതാ നമ്മളെന്താ ചെയ്യണത്? ഈ ജ്ഞാനവും ശക്തിയും നമുക്ക് ലഭിക്കാൻ നമ്മളെന്താ ചെയ്യണത്? ഈ നാമത്തെ മഹത്വപ്പെടുത്തും. യോഹന്നാൻ 12:28 പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. പക്ഷെ നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ മോഡൽ പ്രയർ കർത്താവ് തന്നതാണ്. പ്രാർത്ഥനയിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് എഫിക്കസി ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ പ്രാബല്യത. എങ്ങനെയാണ് ശക്തമായ രീതിയിൽ പ്രാർത്ഥന, ഫലപ്രദമായ പ്രാർത്ഥന? അതിൻ്റെ ന്യൂക്ലിയസ് എന്താണ്? അതിൻ്റെ ബുള്ളറ്റ്. ഇപ്പം നമ്മൾ ഫെയ്ത്ത് കൊണ്ടാണ് ഒരു AK-47. AK-47 ബുള്ളറ്റ് വേണം, അതിൻ്റെ അകത്ത് ബുള്ളറ്റ് വേണം. AK-47 അതിൻ്റെ കാര്യമില്ല, അത് മെക്കാനിസം അതാണ്. AK-47 ആണ്.
പക്ഷേ അതിൻ്റെ അത് ബുള്ളറ്റ് വേണം. അതിൻ്റെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റത് വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് ദൈവത്തിൽ ഈ ബുള്ളറ്റ് എന്താ? ബുള്ളറ്റ് മഹത്വം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പ്രാർത്ഥനയുടെ കണ്ടൻ്റ് വൈസ് എന്താണെന്ന് നോക്കണം. അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണം. മനസ്സിലായില്ലേ? പ്രാർത്ഥന നിങ്ങൾ വാരിക്കെട്ടി നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കും. നിങ്ങൾ ചിലപ്പോൾ 3000 പ്രാവശ്യം വേണമെങ്കിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ എന്ത് 3000 നമുക്ക് 30,000 പ്രാവശ്യം വചനം പറയാം. പക്ഷേ അതിൻ്റെ അകത്ത് ബുള്ളറ്റ് ഉണ്ടാകണം. എന്താണ് ബുള്ളറ്റ് എന്ന് പറയണത്? സ്നേഹം എന്ന് പറയണത് മഹത്വപ്പെടുന്നത് സ്നേഹത്തിൽ മാത്രമേ മഹത്വം പ്രാവർത്തികമാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാനിൽ സ്നേഹത്തെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? യോഹന്നാൻ 17:24. ആരാധന 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 അങ്ങേയ്ക്ക് ആരാധന 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 അങ്ങേയ്ക്ക് ആരാധന. യോഹന്നാൻ 17:24. പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. പോയിന്റ് പിടിയിട്ടില്ലേ? വെറുതെ മഹത്വം, യേശുവെ മഹത്വം, യേശുവെ സ്വസ്ത്രം എന്ന് പറഞ്ഞ് സാധനം വർക്കൗട്ട് ചെയ്തില്ല. ഒരു പരിധിവരെ കരിസ്മാറ്റിക് വേൾഡിൽ ഉണ്ടായിരുന്ന ഒത്തിരി ആൾക്കാർക്ക് അനുഗ്രഹം നഷ്ടപ്പെടാൻ കാര്യം അവർ യാന്ത്രികമാക്കി എടുത്തുകൊണ്ടാണ്. യേശുവെ സ്വസ്ത്രം, യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് ഓഫ് ലവ് വേണം. അതിൻ്റെ അകത്ത് ഉടമ്പടി അവിടെ വിഷയം. ഉടമ്പടി നിങ്ങളെ കണ്ടൻറ്റ് ഓഫ് ലവ് ഇല്ലാതെ ഈ സാധനം പാസ്സാക്കി തരത്തില്ല. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും പാസ്സാക്കത്തില്ല. അതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ഓഫ് ലവ് ഉണ്ടാകുന്ന നോക്കും, സ്നേഹത്തിൻ്റെ ഘടകം ഉണ്ടാകുന്ന നോക്കും. കാരണം സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ മഹത്വം. അതുകൊണ്ടാണ് ഒന്നിനു വായിച്ച് 17:24. പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. ഇനി ഈ മഹത്വം നൽകപ്പെട്ടത് എങ്ങനെയാണ്? സ്നേഹത്താലാണ്. ഇനി തിരിച്ചും ആ സ്നേഹത്താൽ തന്നെ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പോലെ തന്നെ ദൈവം തിരിച്ച് നമുക്ക് മഹത്വം തരും. അതാണ് 17:5 പറയണത്. 17:5 വായിച്ചേ. യോഹന്നാൻ സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ. ആകയാൽ പിതാവേ ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. അതായത് എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്ന വേറെ സ്ഥലങ്ങളുണ്ട്. 12:28 വായിച്ച്. യോഹന്നാൻ 12:28. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 12:28. പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. പ്രാർത്ഥനയെല്ലാം ഇങ്ങനെ കാച്ചിക്കുറുക്കി അതിൻ്റെ നക്ഷലിലേക്ക് വരികയാണ്. എന്താണ്? ഒറ്റ വരിയായിട്ട് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. തിരിച്ചതിന് ഉത്തരം പറഞ്ഞാൽ എന്താണ്? ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുക. അവിടെ എൻ്റെ IELTS പാസ്സാക്കണേന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് വിഷയം വന്നത്. നമ്മൾ വസ്തുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന അബദ്ധം, നിങ്ങൾ വസ്തു വിറ്റ് തരണേ, മകളെ കല്യാണം നടത്തി തരണേ, മകൾക്ക് കുഞ്ഞുണ്ടായി തരണേ, വീട് വെക്കാൻ പറ്റണേ എന്ന് നിങ്ങൾ വസ്തുവിനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണത്. വസ്തുവിനല്ല പ്രാർത്ഥനയെ ടാർഗറ്റ് ചെയ്യേണ്ടത്, വ്യക്തിയെയാണ്, ദൈവത്തെ. അത് സ്നേഹത്തോടെ കൈയടിച്ച് കർത്താവ് ആരാധന.
ആരാധന യേശുവേ ആരാധന